നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് സുരേഷ് ഗോപിയുടെ ഉയർന്നു വന്ന വ്യക്തിപ്രഭാവം. അതുമാത്രമല്ല, കരുവന്നൂരിൽ സഹകാരി സംരക്ഷണ പദയാത്ര നടത്തിയതോടെ ആ കലിപ്പ് കട്ടക്കലിപ്പായി മാറി. അതുകൊണ്ട് തന്നെ എങ്ങനെയും ആ വ്യക്തിപ്രഭാവം ഇല്ലാതെയാക്കാൻ നടത്തിയ നാണം കെട്ട കളിയാണ് ഷിത ജഗത്തിന്റെ പീഡന പരാതി. അത് ഒരു ദിവസം വൈകിട്ടോടെ CPM ഊതി വീർപ്പിച്ചെടുത്ത സംഭവമാണ്. പക്ഷേ പ്രതീക്ഷിച്ചറിയിച്ച ഈ സംഭവത്തിന് കിട്ടിയില്ല എന്ന് മാത്രമല്ല, സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം വൻതോതിൽ ഉയരുകയും ചെയ്തു. വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണ് അതിനെ തുടർന്ന് നടന്നത്. സുരേഷ് ഗോപി നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ സംസ്ഥാനത്താകമാനം പ്രതിഷേധങ്ങൾ BJPയുടെയും RSSന്റെയും നേതൃത്വത്തിൽ ഉണ്ടാകുമായിരുന്നു. എന്നാൽ സാഹചര്യം മോശമാണെന്ന് മനസ്സിലായതോടെ ആ നീക്കം മാറ്റിവയ്ക്കുകയാണ് ചെയ്തത്. അറസ്റ്റ് തടയാൻ നടൻ മമ്മൂട്ടി പോലും പിണറായിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പിണറായി അന്ന് പതുങ്ങിയതിന് പിന്നിൽ വീണ്ടും ഗൂഢാലോചന നടത്താനുള്ള ശ്രമമാണെന്ന് ക്രൈം ചാനൽ അന്നേ പറഞ്ഞിരുന്നു. അത് സത്യമാകുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെ സ്ത്രീ പീഡന കേസിൽ കുടുക്കാൻ തകൃതിയായി നീക്കം നടക്കുന്നതായുള്ള വാർത്തകൾ വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ എത്തുന്ന ദിവസം തന്നെ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് സംശയം. മാധ്യമപ്രവർത്തകയുടെ പരാതിയിൽ സുരേഷ് ഗോപിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിരിക്കുകയാണ്. ജനുവരി 3-നാണ് പ്രധാനമന്ത്രി എത്തുന്നത്. പ്രധാനമന്ത്രിയുടെ പരിപാടിക്കെതിരെയുള്ള നീക്കമാണെന്നാണ് സംശയമുള്ളത്. സുരേഷ് ഗോപിയെ വേദിയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ലക്ഷ്യം. നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സുരേഷ് ഗോപിക്കെതിരെ കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയതായിട്ടാണ് വിവരം. മുമ്പ് 354 വകുപ്പിലെ 1-4 ഉപവകുപ്പുകളാണ് ചുമത്തിയത്. എന്നാൽ ഇപ്പോൾ 354-ാം വകുപ്പ് പൂർണ്ണമായും സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിക്കൊണ്ടാണ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാൻ നീക്കം നടത്തുന്നത്. സംഭവത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ പോലീസ് പരിശോധിച്ചു. 17 മാധ്യമ പ്രവർത്തകരുടെ മൊഴിയെടുത്തു. സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരുടെയും സെക്യൂരിറ്റി ജീവനക്കാരുടെയും മൊഴികളും രേഖപ്പെടുത്തി. പോലീസ് 2 ദിവസത്തിനുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. സ്ത്രീ പീഡന കേസിൽ സുരേഷ് ഗോപിയെ കുടുക്കി കളങ്കിതനെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്നാണ് വിവരം. നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട തിരക്ക് കൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമ പ്രവർത്തകയുടെ ചുമലിൽ അനുവാദമില്ലാതെ സുരേഷ് ഗോപി തൊടുകയായിരുന്നു. മാധ്യമ പ്രവർത്തക ആദ്യം ഒഴിഞ്ഞുമാറിയെങ്കിലും സുരേഷ് ഗോപി വീണ്ടും കൈ ചുമലിൽ വയ്ക്കാൻ ശ്രമിച്ചു. ഈ സമയത്ത് മാധ്യമ പ്രവർത്തക കൈ തട്ടിമാറ്റുകയായിരുന്നു. സംഭവം വിവാദമായതോടെ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകയോട് ക്ഷമ ചോദിച്ച് രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ അന്നും സുരേഷ് ഗോപിക്കൊപ്പം നിലകൊണ്ട നേതാവായിരുന്നു ശോഭാ സുരേന്ദ്രൻ. അന്ന് സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ കേരളത്തിൽ പ്രക്ഷോഭം നടക്കുമായിരുന്നു എന്നാണ് ശോഭാജി ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. അതിന് തയ്യാറെടുത്ത് തന്നെയാണ് BJPയും RSSും ഇരുന്നിരുന്നതും. സുരേഷ് ഗോപിയെ തൊട്ടാൽ പ്രവർത്തകരും നേതൃത്വവും വെറുതെയിരിക്കില്ല എന്ന താക്കീതും ശോഭാജി നൽകിയിരുന്നു. ഇപ്പോഴും പിണറായിയുടെ നീക്കം അതുതന്നെയാണെങ്കിൽ ശോഭാജി അതിന് മുതിർന്നേക്കും. ശോഭാജിയുടെ ഒരു വാക്കു കേട്ടാൽ പ്രവർത്തകർ മറ്റെന്തിനേയും മാറ്റി നിർത്തി രംഗത്തിറങ്ങുമെന്ന് ഉറപ്പാണ്. അന്നും സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സമയത്തും ആദ്യം പറന്നെത്തിയതും ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു. സുരേഷ് ഗോപിക്ക് വേണ്ടി വാദിച്ചതും ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രനും ഇപ്പോൾ ഏറെ ആരാധകരുള്ള, അണികൾ ഒപ്പമുള്ള നല്ല നേതാക്കളാണ്. ഈ വിധത്തിലേക്ക് സുരേഷ് ഗോപിയെ വലിച്ചിഴച്ചപ്പോഴും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയായി സുരേഷ് ഗോപി വരുമെന്നാണ്. ആ പിന്തുണ പിണറായിയുടെ ഈ നീക്കമറിഞ്ഞ അണികൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. മോദിജി എത്തുന്ന അത്രയും വലിയൊരു സമ്മേളനത്തിലേക്ക് സുരേഷ് ഗോപിയെ പങ്കെടുപ്പിക്കാതിരിക്കുക എന്നത് പിണറായിയുടെ ലക്ഷ്യമാണെങ്കിൽ അതിൽ പങ്കെടുപ്പിക്കുക എന്നത് BJPയുടെയും ശോഭാജിയുടെയും ലക്ഷ്യമാണ്. നന്ദി.